ഹായ് ഗൈസ്, എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടോ ഒരുമാതിരി പാട്ടിലടിക്കാൻ വരുന്ന സൗണ്ട്, നല്ല സോഫ്റ്റ് സ്മൂത്ത് സൗണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മാറി, എന്തോ സൈലൻസറിൻ്റെ അകത്തുള്ള ഷെല്ല് എന്താ വെച്ച് പോയേക്കണെന്ന് തോന്നുന്നുണ്ട്. സ്റ്റോക്ക് സൈലൻസറാണ്, അപ്പോൾ അത് എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീജിബോയുടെ വണ്ടിയുടെ സൗണ്ട് ഉണ്ടല്ലോ കേട്ടോ, നല്ല വെടിച്ചിട്ട് സൗണ്ടല്ലോ, നല്ല രസം ഓടിക്കാനായിട്ട് നല്ല സുഖമുണ്ട് വണ്ടി. അപ്പോൾ ഈ ഒരു സൗണ്ട് നമ്മുടെ വണ്ടിയുടെ സൈലൻസർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. കേസ് പിന്നെ നമ്മുടെ ഓൾഡ് ബുള്ളറ്റ് അഴിച്ചത് അങ്ങനെ തന്നെ ഇരിക്കണം. അന്ന് ഞാൻ ലാസ്റ്റ് അഴിച്ച് എന്തോന്ന് വെച്ചോ അതേ കണ്ടീഷൻ തന്നെ ഇരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് എൻ്റെ മെയിൻ വർക്ക് എന്നുള്ളത് കൺസ്ട്രക്ഷൻ വർക്കാണ്, എൻ്റെ മെയിൻ ഫീൽഡ്. അപ്പോൾ അതേ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പണി ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇത് നമ്മുടെ ഡോക്ടർ അനിൽകുമാർ, മറ്റേ തണ്ടർബേർഡ് എക്സിൻ്റെ വർക്ക് ഞാൻ ചെയ്തില്ലേ, അതിൻ്റെ ഓണറുടെ ബിൽഡിംഗ് ആണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ അതിന് ഇനാഗ്രേഷൻ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ പണി ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേസ് എൻ്റെ ഈ ഇന്നോവയുടെ റീടെസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടത് ഇപ്പോൾ മൊത്തം ഞാൻ അഴിച്ച് പറിച്ചിട്ടേക്കാണ്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. സീറ്റൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഴിച്ച് മാറ്റിയത്. ഇപ്പോൾ പെയിൻ്റ് അടിക്കണം, മൊത്തം കാലങ്കോലമാണ്. അപ്പോൾ അത് മൊത്തം പെയിൻ്റ് അടിക്കണം. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അത് 40,000-50,000 രൂപയൊക്കെ ചിലവ് വരും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. എത്ര കണ്ട് ഭംഗിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ കൊണ്ടല്ലേ വേറെ ആരും ബോധിപ്പിക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടിച്ചിറക്കാമെന്ന് വിചാരിക്കണം. കളർ മാറ്റുന്നതൊക്കെ ആഗ്രഹം, നടക്കുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. യെസ്, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഡിലേ വരുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ വീഡിയോകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സൈലൻസർ മറ്റേ രീതിയിലോട്ടൊന്ന് ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ യെസ്, അപ്പോൾ ആദ്യം നമ്മുടെ സൈലൻസർ വെച്ച് ബെൻഡ് വൈപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കാറ്റലിറ്റിക് കൺവെർട്ടറാണ്. അപ്പോൾ ഞാനിത് എടുത്ത് കളയാൻ വേണ്ടി പോവുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പവർ ചെറുതായിട്ടൊന്ന് തടസ്സം വരും. അപ്പോൾ അത് ഫ്രീ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതെടുത്ത് കളയുവാണ്. ഇതാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ചെയ്യേണ്ട, കാരണം ഇത് പൊല്യൂഷനൊക്കെ പാസ്സാവാൻ ചിലപ്പോൾ പാട് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് കണ്ടത് നമ്മുടെ റോസ് റോക്കറിൻ്റെ സൈലൻസർ മാറ്റിയതാണ്. അപ്പോൾ ആ ഷോർട്ട് ബോട്ടിൽ അപ്പോൾ അതെടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഷെല്ല് പൈപ്പ് ഉണ്ടാക്കി അതിന് മറ്റേ സ്റ്റീൽ വൂള് ചുറ്റി ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യണം ചെയ്യുന്നത്. അതിനുശേഷം ഇത് വെൽഡ് ചെയ്ത് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി. അപ്പോൾ അതിന് മറ്റേ ലെങ്ത് കൂട്ടേണ്ടി വരും. ഇത്രയോട് പുറകോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒറിജിനൽ ഇത് ലെങ്ത് പോരാണ്ട് വരും. അപ്പോൾ ഇത് ലെങ്ത് കൂട്ടിയതിന് ശേഷമാണ് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ സൈലൻസർ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാവും സൗണ്ട് എന്ന് നോക്കി നോക്കാം അല്ലേ, സ്റ്റാർട്ട് നോക്കാം. എക്സൈറ്റഡ്. ആഹാ, വെടിക്കെട്ട് സൗണ്ട്, ശ്രീജിബോയുടെ വണ്ടിയുടെ സെയിം സൗണ്ട് അല്ലേ, അടിപൊളി കേട്ടോ. ഓവർ സൗണ്ടുമില്ല, നല്ല ബാസ് മുഴക്കമുള്ള സൗണ്ട്. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, പവറിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. ഓക്കെ, വെടിക്കെട്ടാണ്ടാ പവറും കൂടി നല്ല ഉഷാർ. കൈ കൊടുക്കുമ്പോൾ ഒന്നും പറഞ്ഞ കൊണ്ട് മറ്റേ ആ ഒരു പിടുത്തമായി കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഫ്രീ ഫ്ലോ ആയി, മൊത്തത്തിൽ ഫ്രീ ഫ്ലോ ആയല്ലോ. സൗണ്ട് വലിയ കൂടുതലില്ല, അപ്പം വീഡിയോ ഒന്നും പിടിക്കാൻ വലിയ ചാൻസും ഇല്ല സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഇത്രയും സുഖത്തിൽ വെക്കണം. ഓക്കെ, ബൈ.